ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോൾ വണ്ടി ഓടിയാകണത് 69,580 കിലോമീറ്ററാണ് ഓടിയാകണത്. എഞ്ചിൻ ഓയിൽ മാറ്റണം, അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് സൈഡ് ബാക്കിൽ ഇൻഡിക്കേറ്റർ പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിടണം. ജനറൽ സർവീസ് ചെയ്യുക, വാട്ടർ സർവീസ് ചെയ്യുക, എത്രയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണം വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ലൈനറാണ്, കമ്പനി ലൈനർ കിടക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ നമ്മളതിൻ്റെ ബ്രേക്കിൻ്റെ വീലഴിച്ച് ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ കൂടെ അതിൻ്റെ സ്പോക്കറ്റ് ബെയറിങ്ങിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി, അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ ബാക്ക് വീലിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തു, വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. ടയർ കുറച്ച് ഏകദേശം ഒരു 80% കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടയറിൻ്റെ പ്രത്യേകിച്ച് സൈഡ് തീരില്ല, സെൻറ്റർ ഭാഗം മാത്രമാണ് തീരുള്ളൂ. കുഴപ്പമില്ല, ഓടാനുണ്ട് കുറേ കൂടി, ഒന്ന് ശ്രദ്ധിച്ചായിരുന്നാൽ മതി. പിന്നെ ചെയിൻ ചെറിയ ലൂസ് ഉണ്ട്, അപ്പോൾ നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിടാം. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. കമ്പനി ഫിൽറ്ററാണ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് കേട്ടോ. ഇൻഡിക്കേറ്റർ നമുക്ക് ഈ സൈഡാണ് ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോയണം, അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടാം. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് വർക്ക് ആവുണ്ടായില്ല. ഈ ഫ്ലാഷറിൻ്റെ ചെറിയൊരു ലൂസ് കോണ്ടായിട്ട് കാണിച്ചിരുന്നു ഞാനപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ജാമ്പർ വയറൊക്കെ വെച്ച് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്തൊക്കെ നിർത്തിയിട്ടുണ്ട്. വേറെ പ്രശ്നം കാണിച്ചിട്ടില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ മാറണം, ഓയിൽ ചേഞ്ച് ഉണ്ട്. സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിരുന്നു കേട്ടോ. അത്യാവശ്യം കുറച്ചുകൂടി ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ കാലിപ്പറിൻ്റെ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. അതേപോലെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് ചെക്ക് ചെയ്തു, കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറായാലും കുറേ കൂടി ഓടാനുണ്ട്. അപ്പോൾ ഫ്രണ്ട് സൈഡ് നമ്മൾ അഴിച്ച് ആ ഇൻഡിക്കേറ്ററിൻ്റെ കേസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അഴിച്ചായിരുന്നാണ്, ലൂസ് കോണ്ടായിട്ട് ഉണ്ടായിരുന്നു. അത് സ്വിച്ചിൻ്റെ ഭാഗത്തും ചെറിയൊരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്വിച്ചിൻ്റെ ഭാഗവും ആ ഒരു സ്പ്രേ അടിച്ചിട്ട് അതിൻ്റെ കോൺടാക്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട് കേട്ടോ. ബാറ്ററി നമുക്ക് ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കണേ. 2024 മോഡൽ ബാറ്ററി കേട്ടോ. ഞാനതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 12.77 വരെ കിട്ടുന്നുണ്ട്. ബാറ്ററി ലോഡ് ടെസ്റ്റിലേക്ക് വിടുമ്പോൾ 9.10. നിലവിൽ കംപ്ലയിൻ്റ് ഒന്നും പറയാറൊന്നും ആയിട്ടൊന്നുമില്ല, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് കോൺടാക്ട് ചെയ്യാം. ഓക്കെ.